ഹായ് ഓൾ, ഓം വിഷേസ്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ ഒക്കെ ബാങ്ക് തുടങ്ങാം. അപ്പോ നിങ്ങൾക്കൊരു പുസ്തകത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നോട്ട്ബുക്കിൽ കുറിച്ചിടുന്ന ABCD ഓരോന്നിനും 5 പേജ് വീതം വിട്ടിരിക്കുന്ന നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ആ നോട്ട്ബുക്കിലേക്ക് ഇതും കൂടി എഴുതി ചേർക്കണം കേട്ടോ. എന്നിട്ട് സ്പെല്ലിംഗ് വൈസ് സ്പെല്ലിംഗും നോക്കണം, മീനിങ്, സെന്റൻസ് യൂസേജ്, ഒപ്പം സിനോണിയം, ആന്റോണിയം, ഇത്രയും സംഗതികൾ നോക്കണം കേട്ടോ. ശരി, അപ്പൊ ഇന്ന് മുതൽ ഒരു ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. അവസാനം ഒരു വാക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് വരും, അത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാക്ക് ബാരേജ്, BARRAGE, ബാരേജ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് ഒറിജിനുള്ള വാക്കാണ്. ബറാഷ് എന്നാണ് ഫ്രഞ്ചിൽ പറയുന്നത്. ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന ലോൺ വേർഡ് ആണ്. അതായത് ഡാം അല്ലെങ്കിൽ ബാരിയർ എന്നാണ് അർത്ഥം ഫ്രഞ്ചില്. അത് ഇംഗ്ലീഷിലേക്ക് വന്ന വാക്കാണ്. അപ്പൊ എന്താണ് അർത്ഥം? ഇന്റൻസീവ് ആൻഡ് കണ്ടിന്യൂസ് അറ്റാക്ക് ഓർ ബോംബാർട്ട്മെന്റ്, ഓഫൻ ഓവർവെൽമിംഗ്, ഭീകരമായ ബോംബാക്രമണം, അതിനാണ് നമ്മള് ബാരേജ് എന്ന് പറയുന്നത്. ഇപ്പോ ആർട്ടിലറി ബാരേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ മീഡിയ ബാരേജ്. ഇപ്പോ റിപ്പോർട്ടേഴ്സ് ചോദ്യം ചൊരിയുക, അത് നമ്മൾ മീഡിയ ബാരേജ് എന്ന് പറയും. ഒപ്പം ഇമോഷണൽ ബാരേജ്, ഇല്ലേ, നമുക്ക് ഒരുപാട് എന്താണ് വികാര നിർഭരമായ അവസ്ഥയിലേക്ക് നമ്മൾ ഇമോഷണൽ ബാരേജ് എന്ന് പറയും, അല്ലെ. അപ്പോ ഇസ്രായേൽ മെയ്ഡ് a deadliest barrage against the Hezbollahs. Israel made a deadliest barrage against the Hezbollahs. അപ്പോ ഇനി നമുക്ക് എന്താണ് ഈ ബാരേജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ ഡിസ്കസ് ചെയ്യാം. 1 അസോൾട്ട്, 2 ഓൺസ്ലോട്ട്, 3 ബോംബാർട്ട്മെന്റ്. ഇനി അതിന്റെ ആന്റോണിയംസ് അല്ലെങ്കിൽ വിപരീത അർത്ഥമുള്ള വാക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1 പിക്കിൾ, 2 ഡ്രിപ്പ്, മൂന്നാമത്തേത് സ്പാർട്സ് എന്നാണ്, ഇല്ലേ. ഇനി എക്സാമ്പിൾ സെന്റൻസ് ഒന്നുകൂടി പറയാം. The army launched a barrage of missiles. The army launched a barrage of missiles. അടുത്തത് she faced a barrage of questions from the reporters. Okay, ഇനി നമുക്ക് രണ്ടാമത്തെ വാക്കിലേക്ക് പോയാലോ. evacuate എന്നാണ് അർത്ഥം. evacuate. evacuate എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു ആപത്ത് മുഖേന അല്ലെങ്കിൽ ഒരു പിന്നെ നാച്ചുറൽ കലാമിറ്റി കാരണം ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇവാക്യുവേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് to remove or withdraw people or things from a place or area typically due to എന്തൊക്കെ emergency or danger, safety concerns or military operations. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇവാക്യുവേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവാക്യുവേറ്റ് എന്ന സെന്റൻസ് പറഞ്ഞാലോ, the building was evacuated after a bomb threat. ഇനി ഈ വാക്കുമായി അർത്ഥസാമ്യമുള്ള വാക്കുകൾ നോക്കാം. 1 റിമൂവ്, 2 റീലൊക്കേറ്റ്, 3 ക്ലിയർ ഔട്ട്. ഇനി ഇതിന്റെ വിപരീത അർത്ഥം വരുന്ന വാക്കുകൾ നോക്കാം. 1 ഓക്യുപ്പൈ, 2 സ്റ്റേ, 3 റിമെയിൻ. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം, ഇല്ലേ. അടുത്ത വാക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. അപ്പൊ ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന അടുത്ത വാക്ക് മിസ്ക്രിയൻസ്, MISCREANTS. മിസ്ക്രിയൻസ് എന്ന് വെച്ചാൽ ക്രിമിനൽസ് എന്നാണ് അർത്ഥം. റോങ് ഡൂവേഴ്സ്, ലോ ബ്രേക്കേഴ്സ് എന്നൊക്കെയാണ് അർത്ഥം, അല്ലെ. നിയമം ലംഘിക്കുന്നവർ, ക്രിമിനലുകൾ എന്നൊക്കെയാണ് ഈ മിസ്ക്രിയൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വരിക. അപ്പോ മിസ്ക്രിയൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ്. അതിനകത്ത് MIS എന്ന് പറഞ്ഞാൽ റോങ്, തെറ്റുകൾ എന്ന് വരുന്നു. ഒപ്പം ക്രിയൻസ് എന്ന് പറയുമ്പോ ബിലീവേഴ്സ് ഓർ ഡൂവേഴ്സ്. The doers of wrong things are called miscreants. അപ്പോ people who engage in wrongful, illegal or immoral behavior, often in a troublesome or malicious manner. ഇനി ഈ വാക്കിന്റെ അർത്ഥസാമ്യമുള്ള സിനോണിംസ് നമുക്ക് പറയാം. 1 ട്രബിൾ മേക്കേഴ്സ്, 2 ഒഫൻഡേഴ്സ്, 3 കൾപ്രിറ്റ്സ്. ഇനി ഈ വാക്കിന്റെ എന്താണ് മിസ്ക്രിയൻസ് എന്നുള്ള വാക്കിന്റെ വിപരീത അർത്ഥം വരുന്ന വാക്ക്, ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കുകൾ നോക്കാം. 1 ലോ അബൈഡേഴ്സ്, 2 മോഡൽ സിറ്റിസൺസ്, 3 വെർച്വസ് ഇൻഡിവിജ്വൽസ്, 4 പാരഗൻസ്. ഇത്രയുമാണ് ഇതിന്റെ പിന്നെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കുകൾ. ഇനി നമുക്ക് അപ്പൊ 3 വാക്ക് പഠിച്ചില്ലേ ഇപ്പൊ, ഇല്ലേ. ഏതൊക്കെയാണ്? 1 ബാരേജ്, 1 ഇവാക്യുവേറ്റ്, 3 മിസ്ക്രിയൻസ്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് കടന്നാലോ.
നാലാമത്തെ വാക്ക്, നാലാമത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാക്ക് ഫ്ലഡ്, FLED, ഫ്ലഡ്. ഫ്ലഡ് എന്ന് വെച്ചാല് FLEE, ഫ്ലീ എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫ്ലഡ്, അല്ലെ? എന്താണ് ഫ്ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നു, ഒരു അപകടം നടക്കുന്നു, ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുക, അതിനാണ് ഫ്ലീ എന്ന് പറയുന്നത്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫ്ലഡ്. അപ്പോ എന്താണ്? റൺ അവേ ക്വിക്ലി ഫ്രം ഡേഞ്ചർ ഓർ ത്രെറ്റ്, എസ്കേപ്പ് ഓർ ലീവ് എ പ്ലേസ് സഡൻലി, അവോയ്ഡ് ഓർ ഇവേഡ് സംതിങ് അൺപ്ലസന്റ്, അല്ലെ? അപ്പൊ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഷീ ഫ്ലഡ് the war-torn country. She fled the war-torn country. അതായത് യുദ്ധത്താൽ നശിച്ച് നാരായണക്കല്ലറ്റ ആ ഒരു പിന്നെ ദേശത്ത് നിന്ന് അവൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഈ വാക്കുമായ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പറയാം, സിനോണിംസ് പറയാം. ഒന്ന് എസ്കേപ്ഡ്, രണ്ട് ran away, മൂന്ന് fled from, നാല് bolted, BOLTED. ഇനി അടുത്തത് ആന്റോണിയംസ് അഥവാ വിപരീത അർത്ഥത്തിലുള്ള വാക്കുകൾ പറയാം. ഒന്ന് സ്റ്റേഡ്, രണ്ട് റിമെയിൻഡ്, മൂന്ന് റിട്ടേൺഡ്, നാല് കോൺഫ്രണ്ടഡ്. ഇല്ലേ? ഇനി നമുക്ക് മെല്ലെ അഞ്ചാമത്തെ വാക്കിലേക്ക് നീങ്ങിയാലോ? അഞ്ചാമത്തെ വാക്ക് സ്റ്റാഗറിംഗ്. എന്താണ് സ്റ്റാഗറിംഗ്? STAGGERING. സ്റ്റാഗറിംഗ്. സ്റ്റാഗറിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അസ്റ്റോണിഷിംഗ് ഓർ അമേസിംഗ് ഇൻ സ്കെയിൽ, ഡിഗ്രി ഓർ സിവിയറിറ്റി. അപ്പോ ഇനി ഒരർത്ഥം കൂടി ഉണ്ട് കേട്ടോ. വേച്ച് നടക്കുക എന്നും പറയും സ്റ്റാഗറിംഗ്. എന്താണ്? അൺസ്റ്റഡി ഓർ സ്റ്റംബ്ലിംഗ് ഡ്യൂ ടു വീക്ക്നെസ്, ഇഞ്ചുറി ഓർ ഇൻടോക്സിക്കേഷൻ. ഒന്ന് വീക്ക്നെസ്, തീരെ വയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ആൽക്കഹോൾ, അല്ലെ? അപ്പോ എക്സാമ്പിൾ, he walked out of the bar staggering from too much of alcohol. He walked out of the bar staggering from too much of alcohol. ഒരുപാട് മദ്യം കഴിച്ച് ബോധരഹിതനായ ശേഷം, അല്ലെ? ബോധം വിട്ടുപോയ ശേഷം വേച്ച് നടന്നുപോയി എന്നാണ്. അപ്പോ ഇനി to shock or astonish someone എന്നൊരർത്ഥം കൂടിയുണ്ട്. അതിന്റെ സെന്റൻസ്, the news staggered her, leaving her speechless. The news staggered her, leaving her speechless. ഇല്ലേ? ഇനി അടുത്തത് ഈ വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ സിനോണിംസ് പരിശോധിക്കാം. ഒന്ന് astounding, രണ്ട് remarkable, മൂന്ന് mind boggling, നാല് dazzling, dazzling, അഞ്ച് stunning. ഇനി ഈ വാക്കിന്റെ സ്റ്റാഗറിംഗ് എന്നുള്ള വാക്കിന്റെ വിപരീതാർത്ഥമുള്ള വാക്കുകൾ പറയാം, ആന്റോണിംസ് പറയാം. ഒന്ന് അൺഇംപ്രസീവ്, രണ്ട് മോഡറേറ്റ്, മൂന്ന് ഓർഡിനറി, നാല് സ്റ്റേബിൾ, അഞ്ച് സോബർ. Thank you very much. Best wishes to you all.